പാകിസ്ഥാനെ തിരിച്ചടിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലെയും 9 തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യൻ സൈന്യം. ഹിമാൻഷിയുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ തീവ്രവാദികൾക്ക് അതിശക്തമായ മറുപടി നൽകി. ഹിമാൻഷിക്ക്, ആദിലിന്, ആരതിക്ക്, 26ഓളം നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് ഇന്ത്യ അതിശക്തമായ രീതിയിൽ തീവ്രവാദികൾക്ക് തിരിച്ചടി നൽകി. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. അവിടുത്തെ ഏതോ സിവിലിയനാണ് ഇതെടുത്തത്. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സാധാരണക്കാരനായ സിവിലിയൻ പോലും പാകിസ്ഥാനിൽ മരിച്ചില്ല. എന്നാൽ ഒരു തീവ്രവാദികളെയും വെറുതെ വിട്ടുമില്ല. ഈ 9 തീവ്രവാദി കേന്ദ്രങ്ങളിലെ ഡസൻ കണക്കിന് ആൾക്കാർ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്ന ഒരു എക്സ്പ്ലോഷനാണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാം. അത് കാണേണ്ട കാഴ്ചയാണ്. പാകിസ്ഥാന്റെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ അതിശക്തമായ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ട് വ്യത്യസ്ത പ്രിസിഷൻ ടാർഗറ്റുകൾ, അതായത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റുകളും സ്ട്രൈക്കുമാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോ ആണ്. CNN അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് നൽകിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ വലിയൊരു വിജയമാണ്. കാര്യം ഇന്ത്യയുടെ വിജയം എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ ഒരിക്കലും ഒരു യുദ്ധക്കൊതിയൻ രാഷ്ട്രമല്ല. നമ്മൾ നീതിക്ക് വേണ്ടിയാണ് പോരാടിയത്. 4 തീവ്രവാദ ബേസുകളെ പാകിസ്ഥാനിൽ, 5 പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ പെഹൽഗാമിന് മറുപടിയായി നമുക്ക് നൽകാൻ കഴിയും. അതിന് നമ്മുടെ രാജ്യത്തിനാണ് അഭിനന്ദനം, നമ്മുടെ പട്ടാളക്കാർക്കാണ് അഭിനന്ദനം, നമ്മുടെ പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷത്തിനും ആണ് അഭിനന്ദനം. ഇത് രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട അവസരമാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇടതും വലതും മധ്യവും എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഇന്ന് രാവിലെ ഏകദേശം 1:44 ഇന്ത്യ തിരിച്ചടി തുടങ്ങുന്നത്. നമ്മുടെ 26ഓളം പേരുടെ ജീവന് നമ്മൾ മറുപടി നൽകുകയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിന്ദൂരം മായ്ക്കുക. സിന്ദൂരം ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഹിമാൻഷിയുടെ അടക്കം ആ സിന്ദൂരം മാച്ചതിനുള്ള അതിശക്തമായ മറുപടിയാണ്. ഇന്ത്യയുടെ പ്രതികരണവും വളരെ ആലോചിച്ചാണ്, വളരെ കാലിബ്രേറ്റഡ് ആണ്. ഞങ്ങളുടെ ആക്ഷൻസ് ഫോക്കസ്ഡ് ആണ്, മെഷേർഡ് ആണ്, നോൺ എസ്കലേറ്ററി ആണ്. അതായത് നമ്മളൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഇത് എസ്കലേഷന് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു പാകിസ്ഥാനി മിലിറ്ററി ഫെസിലിറ്റീസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇന്ത്യ കൺസിഡറബിൾ ആയിട്ടുള്ള റെസ്ട്രെയിൻഡ് ആണ് സെലക്ഷൻ ഓഫ് ടാർഗറ്റ്സ് ആൻഡ് മെത്തേഡ് ഓഫ് എക്സിക്യൂഷനിൽ എടുത്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാനി സിവിലിയൻസിനെ ആക്രമിച്ച് അവരെ കൊന്നില്ല, നമ്മുടെ ടൂറിസ്റ്റുകളെയാണ് അവർ കൊന്നത്. ആയുധം ഇല്ലാതെ നിൽക്കുന്ന പാവപ്പെട്ട ടൂറിസ്റ്റുകളെ കൊന്നു. നമ്മൾ മറുപടിയായിട്ട് അവരുടെ സിവിലിയൻസിനെ കൊല്ലുന്നില്ല, പാകിസ്ഥാന്റെ മിലിറ്ററി ഫെസിലിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്നാൽ തീവ്രവാദ കേന്ദ്രങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. എന്നിട്ട് ഇന്ത്യയുടെ മറുപടി ഇങ്ങനെയാണ്: വി ആർ ലിവിങ് അപ് ടു ദ കമ്മിറ്റ്മെന്റ്. ആരാണ് ഈ അറ്റാക്കിന് റെസ്പോൺസിബിൾ? അവരെയാണ് ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നത്. സിവിലിയൻസിനെ അല്ല, പാകിസ്ഥാനി പട്ടാളത്തെ അല്ല, തീവ്രവാദികളെ മാത്രം. ഇത് ഫേസ് 1 ആണ് എന്ന് ഇന്ത്യൻ ആർമി പറയുകയും ചെയ്തു. ഇനിയും പാകിസ്ഥാന്റെ മറുപടിക്ക് അനുസരിച്ച് കൂടുതൽ മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന്. പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യൻ വില്ലേജസ് അലോങ് ലൈൻ ഓഫ് കൺട്രോളിൽ കുറെ വെടിവെച്ചിട്ടുണ്ട്. നമ്മുടെ പട്ടാളവും തിരിച്ച് അതിശക്തമായ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ സൈനിക പ്രധാന ചുമതലക്കാരനായ DGISPR ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി പറയുന്നത്, ഇന്ത്യ, അതായത് നമ്മൾ പറയുന്നതല്ല, പാകിസ്ഥാൻ പറയുന്നതാണ്, ഇന്ത്യ സ്ട്രക്ക് സൈറ്റ്സ് ഇൻ കോട്ട്ലി, മുർഡിക്കെ, ബഹവൽപൂർ, ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കമുള്ള കേന്ദ്രങ്ങളാണ്. ചക് അമ്രു, ഭിംബർ, ഗുൽപൂർ, സിയാൽകോട്ട്, മുസഫർബാദിലെ 2 സൈറ്റുകൾ ഇവിടെ നമ്മൾ ആക്രമിച്ചു. ഇതിൽ സിയാൽകോട്ടും ബഹവൽപൂറും ചക് അമ്രുവും മുറിഡിക്കയും ഇന്റർനാഷണൽ ബോർഡർ പാകിസ്ഥാന്റെ ഉള്ളിലാണ്. ബാക്കിയുള്ളത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലാണ്. ഇതിൽ മുർഡിക്കെ ലഷ്കർ-ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അത് ഹാഫിസ് സയ്യിദ് റൺ ചെയ്യുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ബഹൽ വപ്പൂർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ്. അത് ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ നയിക്കുന്ന, തീവ്രവാദിയായ മസൂദ് അസർ നയിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു കേന്ദ്രമാണ്. പാകിസ്ഥാനി പ്രധാനമന്ത്രി പറയുകയുണ്ടായി, വളരെ ഒരു വീക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് പാകിസ്ഥാനി പ്രധാനമന്ത്രിയുടെ. പാകിസ്ഥാന് എല്ലാ റൈറ്റും ഉണ്ട് ഇത് റെസ്പോണ്ട് ചെയ്യാൻ. ഇതൊരു ആക്ട് ഓഫ് വാർ ആണ്, ഒരു ഫോഴ്സ്ഫുൾ റെസ്പോൺസ് നമ്മൾ കൊടുക്കുക. പക്ഷേ ഒരു ഫുൾ സ്കെയിൽ യുദ്ധമാകാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അതിശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇന്ത്യൻ ആർമി ജസ്റ്റിസ് സെർവ്ഡ് എന്ന് എഴുതുകയും ഭാരത് മാതാ കി ജയ് എന്ന് രാജ്നാഥ് സിംഗ് ജി എഴുതുകയും ഒക്കെ ചെയ്തു. നമുക്കങ്ങനെ നീതി നടപ്പാക്കാൻ കഴിഞ്ഞു. അതിശക്തമായ രീതിയിൽ
തിരിച്ചടിച്ചു. ഇന്ത്യൻ ആർമിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും നോക്കണം. ഇന്ത്യൻ ആർമിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും ഇന്ത്യൻ ആർമി ഈസ് റെസ്പോണ്ടിങ് ഇൻ എ കാലിബ്രേറ്റഡ് മാനർ. നമ്മൾ പ്രിസൈസ് ആയി കാലിബ്രേറ്റ് ചെയ്ത് എന്താ പറയുക, അമിതമായി അവർക്ക് അവിടുത്തെ കയറി പാകിസ്ഥാനെ മുഴുവൻ ഇല്ലാതാക്കി കളയണം എന്നുള്ള നിലപാടൊന്നുമല്ല. അവിടുത്തെ തീവ്രവാദി കേന്ദ്രങ്ങളെ നമ്മൾ ആക്രമിക്കണം, അതിനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ത്യ ഓൾറെഡി വ്യത്യസ്ത രാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്തു. അജിത് ഡോവൽ US കൗണ്ടർ പാർട്ടായ മാർക്കോ റൂബിയോട് സംസാരിക്കുന്നുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളെ, വിശിഷ്യ ഫ്രാൻസ് അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള ലോക രാജ്യങ്ങളെ ഇന്ത്യ ഈ കാര്യം കൃത്യമായി, അറബ് രാജ്യങ്ങളെ അടക്കം ഇന്ത്യ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതിശക്തമായൊരു നടപടിയാണ് ചെയ്തത്. ശ്രീനഗർ എയർപോർട്ട് അടക്കം ക്ലോസ് ചെയ്തിട്ടുണ്ട്. സിവിലിയൻ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യില്ല. മിലിറ്ററി ഡ്രില്ലുകൾ നടക്കുക. അപ്പോൾ ഇന്ത്യ വീണ്ടും മഹാത്മാഗാന്ധിയുടെയും ബുദ്ധന്റെയും ഒക്കെ രാജ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിൽ സമാധാനത്തിന് വേണ്ടി ആയുധമെടുക്കുന്ന ഒരു ആർമി എന്ന രീതിയിൽ തന്നെയാണ്, അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതികരണം. തീവ്രവാദികളെ കൊല്ലുകയും സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാന്യതയും നമ്മുടെ മഹത്വവുമാണ്. ഹിമാൻഷിക്ക് വേണ്ടി, ആരതിക്ക് വേണ്ടി, ആദിലിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടി ഓരോ ഇന്ത്യക്കാരനും അഭിമാനം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ തിരിച്ചടി പാകിസ്ഥാനെ ദ്രോഹിക്കാനല്ല, തീവ്രവാദികളെ അറ്റാക്ക് ചെയ്യാനാണ്. സാധാരണ പാകിസ്ഥാനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല, പക്ഷെ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ 4 പാകിസ്ഥാന്റെ ഉള്ളിലും 5 പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെയും ഈ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഒരു വലിയ സല്യൂട്ട്. പാകിസ്ഥാനിൽ നിന്ന് പാഠം പഠിക്കും, തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നത് നിർത്തുമെന്നും തീവ്രവാദികളിൽ നിന്ന് പാഠം പഠിക്കും, തീവ്രവാദമല്ല ഒന്നിനും മറുപടി എന്ന തിരിച്ചറിവിലേക്ക് അവരെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് കിസേന.